ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു സൈറ്റിൽ സംഭവിച്ച ഒരു വലിയ സംഭവമാണിത്. അതിൽ സംഭവിച്ചത് ഇതാണ്. നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ സ്ട്രക്ചർ പണിയുന്ന സമയത്ത് കോൺക്രീറ്റ് കുറച്ച് പൊട്ടിക്കാനുണ്ടായിരുന്നു. അവർ അത് പൊട്ടിച്ച സമയത്ത് നമ്മുടെ മെയിനായിട്ട് വന്നിരിക്കുന്ന വയറുകൾ, അതായത് മീറ്റർ ബോക്സിൽ നിന്നും DBയിലേക്ക് വന്നിരിക്കുന്ന മെയിൻ വയർ വരുന്ന പൈപ്പും അതിനോട് ചേർന്ന് വന്ന വേറൊരു പൈപ്പും എല്ലാം കൂടെ ആടപടലം തല്ലി പൊട്ടിച്ച് കളഞ്ഞു. ഒരു മെഷീനിട്ട് പിടിച്ചപ്പോൾ പൊട്ടിപ്പോയതാണ്, അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. അങ്ങനെ സംഭവിച്ചു പോയി. അപ്പം അതിൻ്റെ അകത്ത് ഒരു ചെറിയ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ നടത്താനൊക്കെയുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ ഇപ്പോൾ നിലവിലുള്ളത്. ഇതിനെ നമ്മൾ പൂർണ്ണ രൂപത്തിലേക്ക് ആക്കിയെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പം അതിൻ്റെ ഫുൾ വീഡിയോ നമ്മളിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം ഇതാണ് പൈപ്പിൻ്റെ അവസ്ഥ. ഒരു പൈപ്പ് പൂർണ്ണമായിട്ടും പൊട്ടി പോയിട്ടുണ്ട്. മറ്റേ പൈപ്പ് മെഷീൻ ചെന്ന് കൊണ്ടതേ ഉള്ളൂ, പക്ഷേ വയറിന് ഡാമേജും കാര്യങ്ങളൊന്നുമില്ല. അപ്പം നിലവിൽ നമ്മൾ ഈ രീതിയിൽ എല്ലാം ഒന്ന് ഒരുക്കി സെറ്റാക്കി കുറച്ചുകൂടെ കോൺക്രീറ്റ് പൊട്ടിച്ച് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പുറത്തുള്ള വയറ് ഒന്നും കുഴപ്പമൊന്നുമില്ല, ഇതിൻ്റെ അകത്ത് ഒരു പ്രശ്നമില്ല. പൈപ്പ് ഒന്ന് പൊട്ടിച്ച് നോക്കിയതാണ്. നോക്കിയിട്ട് വയറിന് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഡാമേജ് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന ഇത് മാത്രം ഒന്ന് സെറ്റാക്കി എടുക്കണം. അങ്ങനെ നമ്മൾ അതിനകത്തുള്ള വയർ വലിച്ച് ഊരി മാറ്റിയിട്ട് പുതിയ വയർ ഇടുകയാണ്. അപ്പോൾ ഇത്ര ഏരിയയും കൂടെ നമ്മൾ പൊട്ടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഈ ഒരു വാർപ്പിൻ്റെ താഴെ ഒരു 3 പോയിൻ്റ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പൊട്ടിച്ച് കളഞ്ഞു. നമ്മൾ പുതിയ വയർ വലിച്ച് ഇറക്കാൻ പോവുകയാണ്. നമ്മൾ ഈ ഒരു കാണുന്ന പൈപ്പിനുള്ളിൽ കൂടെ നമ്മുടെ DBയിലേക്ക് നമ്മളിപ്പോൾ വയർ വലിച്ചിറക്കുകയാണ്. പുതിയ വയർ ഇട്ടില്ലെങ്കിൽ അത് പിന്നീട് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പൈപ്പും കാര്യങ്ങളും ഒക്കെ ക്ലിയറാക്കി നമ്മുടെ റൂട്ട് ക്ലിയർ ആക്കിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ വയറുകൾ എല്ലാം നമ്മുടെ DBയിലേക്ക് നമ്മൾ വലിച്ച് ഇറക്കിയിട്ടുണ്ട്. ബാക്കി അങ്ങേ തല നമ്മുടെ മീറ്റർ ബോക്സിലേക്കും വലിച്ച് ഇറക്കും. അതിന് ശേഷം നമ്മൾ ഇത് തമ്മിലൊന്ന് ജോയിൻ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഒരു പീസ് പൈപ്പ് നടുകെ കീറിയിട്ട് ഈ വയറിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഇതിലേക്ക് കയറ്റിയിട്ട് ചെയ്യാനുള്ള ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് ശേഷം പിന്നീട് അതിൻ്റെ അകത്ത് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് വെള്ളമൊന്നും ഇറങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ വാട്ടർ പ്രൂഫിൻ്റെ ടേപ്പും കൂടെ ഒട്ടിച്ച് ഫിനിഷ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം കോൺക്രീറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടിരുന്നാൽ മതി, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മളത് ഇങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പം ആ പൈപ്പിൻ്റെ ഉള്ളിൽ പൂർണ്ണമായിട്ടും വയറായിട്ടുണ്ട്, വേറെ ഡാമേജും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഈ കാണുന്ന ഈ ടേപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു മെറ്റൽ കളറിൽ ഫിനിഷിൽ വരുന്ന ഒരു ടേപ്പാണ്. നമ്മുടെ ടാങ്കിൻ്റെയൊക്കെ ലീക്കേജ് വരുമ്പോഴൊക്കെ അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടേപ്പാണിത്. അപ്പം ഫൈനൽ ലുക്ക് താണ്ട ഈ കാണുന്ന രീതിയിലാണ്. ഇനിയും ഇതിൻ്റെ അടിയിൽ മേസ്തിരിമാർ പിന്നെ തട്ടടിച്ച് ഒരു ഓവൽ ഷേപ്പിൽ, ആ മൂലഭാഗം ഓവൽ ഷേപ്പിൽ ആക്കി പിന്നെ ടൈലിടുന്ന രീതിയിലാണ് അവിടെ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.